അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പടക്കത്തെപ്പറ്റി ഒരുപാട് പറയുന്നു. അതിൻ്റെ ദോഷങ്ങളും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും അപായങ്ങളും എല്ലാം പറയുന്നത് ഏറ്റവും ശരിയാണ്. ബഹുമാനമുള്ളവരെ, ഇവിടെ മറ്റൊരു ഉസ്താദ് പറയുന്നത് ഈ പെരുന്നാൾ നമ്മൾ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ പേരോട് ഉസ്താദ് പറയുന്നത് കേൾക്കാം ഇൻഷാ അല്ലാഹ്. നശിപ്പിച്ച് വന്ന് കയറുന്ന സമയത്ത് കുറെ കതിന പൊട്ടിച്ച് പച്ച തെറ്റായ ഏതൊക്കെ കാര്യങ്ങളെന്ന് അറിയോ, ഈ കതിന പൊട്ടിച്ച് എവിടുന്നോ ഒരു സ്ഥലത്ത് കതിന പൊട്ടിക്കുമ്പോ ഏതോ ആൾക്കാർ പറഞ്ഞു പോലും, മക്കളെ നിങ്ങൾ പൊട്ടിക്കല്ലേ, അപ്പുറത്തുണ്ട് ഒരു സക്കറാത്ത് കിടക്കുന്ന ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മാക്ക് ഇത് പെട്ടെന്ന് കേട്ടാ എന്തോ പറ്റിപ്പോവും. അതൊന്നും വില വെക്കാതെ യുവാക്കള് അങ്ങോട്ട് പൊട്ടിച്ച ഉമ്മ മരിച്ചുപോയി. ഉമ്മാനെ കൊന്ന കുറ്റം കിട്ടൂല ഇവർക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചോദിക്കട്ടെ, ശല്യം ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ നിയമം ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ മുന്നിൽ വെച്ച് ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല. കാരണം ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുക്കുന്ന ഉറക്ക ഖുർആൻ ഓതുമ്പോൾ അവന്റെ ഉറക്ക് തെളിഞ്ഞു പോയാലോ. അപ്പൊ ഉറങ്ങിക്കിടക്കുന്നവന്റെ മുമ്പിൽ വെച്ച് ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികള്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൊണ്ടുപോയിട്ട് കതിന ടട്ടടാന്ന് പറഞ്ഞ് പൊട്ടിക്കുമ്പോ അതിന്റെ നേരെ അപ്പുറത്തുണ്ട് കുഞ്ഞിനെ ഒന്ന് ഉറക്കി കിട്ടണോന്ന് മനസ്സിലാക്കി അധ്വാനിച്ച് മുല കൊടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കിയ ഉമ്മയുണ്ട്. ആ കുഞ്ഞ് ഈ ശബ്ദം കേട്ടിട്ട് അതാ ഞെട്ടി തെളിഞ്ഞ് ഉറക്ക നിലവിളിക്കുകയാണ്. അപ്പുറത്തുനിന്ന് പശു അതാ രണ്ട് കാലും പൊക്കിയിട്ട് തുള്ളുകയാണ്, ആട് പേടിക്കുകയാണ്. ഈ കുരുത്തം കെട്ട യുവാക്കളുടെ കാരണം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാതെയായി പോയി. അത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യരുതേ യുവാക്കളെ. വേറൊന്ന് ഈ അടുത്ത് എനിക്കറിയാൻ കഴിഞ്ഞു. ബഹുമാനമുള്ളവരെ, ഇവിടെ പേരോട് ഉസ്താദ് ശക്തമായി എതിർക്കുന്നു ഈ പടക്കം പൊട്ടിക്കലിനെ. എനിക്കും അതുപോലെയാണ്. പടക്കം എന്നാൽ ഭയങ്കര പേടിയാണ്, ഭയമാണ്. പടക്കം പൊട്ടിക്കുന്നിടത്ത് ഞാൻ പോകുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പടക്കം പൊട്ടിച്ചിട്ടില്ല, മക്കളെയും പൊട്ടിക്കാൻ അനുവദിച്ചിട്ടുമില്ല. ഭയം കൊണ്ടാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് അതിൽ നിന്ന് വരുന്ന ശല്യങ്ങളും മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട്, അതുപോലെയുള്ള ആടുകൾ, അതുപോലെയുള്ള മാടുകൾ, അതുപോലെ പശുക്കൾ, എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് ശല്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ശരിയാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു ഉസ്താദ്, അദ്ദേഹത്തിന് ഈ പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ പടക്കം പൊട്ടിച്ചല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് പടക്കം എന്നാൽ വളരെ പ്രിയമാണ്, വളരെ പ്രിയമാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ ഒരുപാട് ആൾക്കാരും അതുപോലെ ഉസ്താദന്മാരും, അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ കുടുംബമാണ്. അവരെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്, പടക്കം പൊട്ടിച്ചിട്ടാണ് ആഘോഷിച്ചത് എന്നാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പടക്കം പൊട്ടിക്കുന്നത് കണ്ടത് ഒരു പുതിയ വരൻ വരുന്ന അവസരത്തിൽ, കല്യാണത്തിൽ പോയാൽ അവിടെ വരൻ വരുമല്ലോ, പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരൻ പുതിയാപ്പിള വരുന്ന സമയത്ത് പൊട്ടിച്ചത് ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ്. അതിനുശേഷം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്ന ഈ ആധുനിക കാലത്ത് പോലും ഈ ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് പറയുന്നത് പടക്കം പൊട്ടിച്ചിട്ട് നമ്മൾ ആഘോഷിക്കണമെന്നാണ്. പെരുന്നാൾ വന്നല്ലോ, നാളെയോ മറ്റന്നാളോ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് നല്ല രീതിയിലാണ്, നല്ല ഒരു ഇഷ്ടത്തോടെ പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കേൾക്കണം, കേട്ട് മനസ്സിലാക്കാം ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് അതിനെ കേൾക്കാം. പെരുന്നാളിനെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണല്ലോ, അല്ലേ? ഇപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പെരുന്നാളിന് പടക്കം പോലും പൊട്ടിക്കാണ്ടായിപ്പോയി. പെരുന്നാളിന് പടക്കം പോലും പൊട്ടിക്കൽ തെറ്റാണെന്നുള്ള ധാരണയാണ്. ചെറിയമുണ്ട് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരതാണ്, കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ഒരു ഫത്വ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പെരുന്നാളിന് പടക്കം പൊട്ടിക്കൽ ഒരു പക്ഷെ സുന്നത്ത് വരെ ആകുന്നതാണ്, അതിൻ്റെ നിയത്തിനനുസരിച്ചിട്ട്. ഹദർമി ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അവർ ഈ പെരുന്നാൾ ദിവസമായാൽ ഖാദിമീങ്ങളെ വിട്ടിട്ട് പടക്കം വാങ്ങിപ്പിക്കും.
എന്നിട്ട് തൻ്റെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കൊണ്ട് നന്നായിട്ട് പടക്കം പൊട്ടിപ്പിക്കും. ഇപ്പം എൻ്റെ ഉപ്പ KP അബ്ദുൽ മജീദ് മാസ്റ്റർ അവരൊക്കെ അങ്ങനെ പടക്കം പൊട്ടിച്ചിരുന്നു. EK സംസ്ഥയുടെ കേന്ദ്ര മുശാവർ അംഗമായ TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എൻ്റെ ഉപ്പയുടെ പെങ്ങളുടെ മകനാണ്, അതായത് കുത്തുബിയുടെ മകളെ മകനാണ് അവർ. അപ്പോൾ അവരോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു അവരെ കൊണ്ടൊക്കെ കുത്തുബി പെരുന്നാൾ ദിവസം നന്നായിട്ട് പടക്കം, ഈ പൂത്തിരി, കമ്പിത്തിരി, പൊട്ടാസ് ഇതൊക്കെ പൊട്ടിപ്പിക്കുമായിരുന്നു പെരുന്നാളിൻ്റെ ദിവസം പോലും. അപ്പോൾ ഈ ഒരു ആഘോഷത്തിനുള്ള ചില ആസ്വാദനങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ദിവസം നമുക്ക് ആനന്ദകരമാക്കാൻ ഇപ്പോൾ അതിൻ്റെ മസലകൾ ചില ആളുകൾ, വലിയ വലിയ ആലിമീങ്ങളൊന്നും അതിനെ എതിർക്കുന്നതൊന്നുമല്ല, എങ്കിലും ചില ആളുകൾക്ക് അതിനെ തെറ്റിദ്ധരിച്ച് എതിർക്കുന്നത് കാണാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലേക്ക് വന്ന സെലഫി പ്രസ്ഥാനങ്ങൾ നമ്മളിൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു ജീവനില്ലാത്ത പെരുന്നാളായി നമ്മുടെ നാട്ടിലെ പെരുന്നാളുകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഗംഭീരമായ ആഘോഷ പരിപാടികൾ മാഷാ അല്ലാ, ബഹുമാനപ്പെട്ട ജാസിർ ഉസ്താദിന്റെ കമന്റ്, കിഴിയൻ ഉസ്താദ് പറയുമായിരുന്നു അത്രേ, പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെന്ത് പെരുന്നാള്. നമ്മളെ നാട്ടിൽ നമ്മളിത് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓപ്പണായിട്ട് പറയുന്നത്. ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളും കിഴിയൻ ഉസ്താദും സദഖത്തുള്ള ഉസ്താദും ഷാലിയാത്തിയും അങ്ങനെ തുടങ്ങി പഴയകാല മഹാന്മാരൊക്കെ വളരെ ശക്തമായി പെരുന്നാൾ ദിവസം പടക്കം പൊട്ടിക്കാൻ പിന്തുണച്ചിരുന്ന ആളുകളായിരുന്നു. പെരുന്നാളിനെ അങ്ങനെ തന്നെ നമ്മൾ ആഘോഷിക്കണം. നമ്മളെ കുട്ടികളിലേക്ക് അപ്പോഴല്ലേ പെരുന്നാൾ രാവിലെ പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴല്ലേ ഒരു ആഘോഷം, അവരിലൊരു സന്തോഷം ഉണ്ടാവുക. അതൊന്നും ഇല്ലാതെ അവരിങ്ങനെ അടങ്ങിയിരുത്തിയാൽ സന്തോഷം, ആഘോഷമൊക്കെ അസ്തമിച്ചു പോയില്ലേ. നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയമായ ഒരു ഊഷരത നമ്മുടെ ഇത്തരം ചില തെറ്റായ ഈ ഇസ്ലാമിൻ്റെ ആസ്വാദന തലങ്ങളെ, ആഘോഷ തലങ്ങളെ, സർഗാത്മക തലങ്ങളെയൊക്കെ വെട്ടിനുറുക്കിയിട്ട് ഉണങ്ങി വരേണ്ട ഒരു ഇസ്ലാമിനെ നമ്മൾ പ്രതിഷ്ഠിച്ചെടുത്തു. ഇത് മാത്രമാണ് ഇസ്ലാം, ഇതിനപ്പുറത്തുള്ളവരൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളുകളാണ് എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ എത്തിയെടുത്ത് നിന്നാണ് ആത്മീയതയിൽ വല്ലാത്തൊരു ഊഷരത അനുഭവിക്കുകയും നമ്മളൊക്കെ ഇങ്ങനെ ദാഹിച്ചു വരളുകയും ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി ബഹുമാനമുള്ളവരെ, ഈ ഉസ്താദിൻ്റെ പൂർവികർ ഇതുപോലെ പടക്കം പൊട്ടിച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചത് എന്നാണ് പറയുന്നത്. അത് ഇദ്ദേഹം നല്ല ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ പെരുന്നാളിൻ്റെ ദിവസം ആരെങ്കിലും ഇദ്ദേഹത്തിന് കുറച്ച് പടക്കം മേടിച്ചു കൊടുത്തോ അതല്ലെങ്കിൽ സഹകരിച്ചോ, അദ്ദേഹത്തിന് ഇതിനെ ആഘോഷിക്കാൻ ഒരുപാട് ആൾക്കാരും വേണം, ഒറ്റയ്ക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതല്ല. ഒരുപാട് ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും അടുത്തുള്ളവരെല്ലാം ചേർന്നും കൊണ്ട് ആ പടക്കം പൊട്ടിക്കാനുള്ള ഒരു തുടക്കം 2024 ഒരു തുടക്കം, രണ്ടാമത് പഴയ കാലത്ത് നടന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ പുതിയ കാലത്ത് 2024 പടക്കം പൊട്ടിച്ച് പെരുന്നാളിനെ ആഘോഷിക്കുന്ന ഒരു തുടക്കം ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ആകട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നത്. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദല്ല ആര് വന്ന് പറഞ്ഞാലും ഇതിനും ഒരുപാട് ആൾക്കാർ ഉണ്ടാകും പൊട്ടിക്കാൻ. പേരോട് ഉസ്താദ് പറഞ്ഞതിനെ തള്ളുന്നതല്ല, എങ്കിലും പഴയ കാലത്ത് തന്നെ പേരോട് ഉസ്താദ് പറയുന്നതും ആരും അനുസരിക്കാത്തതുള്ളതായിരിക്കുന്ന ഈ ഉറൂസ്, നേർച്ച, കൊട്ടലും മുട്ടലും എല്ലാം ഉണ്ടല്ലോ. നല്ല കാര്യത്തിന് ആരും നോക്കാനോ അതിനെ അനുസരിക്കാനോ ചെയ്യാനോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പടക്കം പൊട്ടിച്ച് ഈ വർഷം തുടങ്ങാം. പടക്കം പൊട്ടിച്ച് ഒരു നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കാം. ഇത് ഈ ഉസ്താദിൻ്റെ ഒരു ആകാംക്ഷയുമാണ്, ഒരു ആശയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തെ പൂർത്തിയാക്കി കൊടുക്കാൻ എല്ലാവരും സഹകരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ആശിക്കുന്നതും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഈ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച് നല്ല രീതിയിൽ അതിനെ ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.